അമേരിക്കയിൽ കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിൽ വലിയ പ്രതിഷേധമുയരുമ്പോഴും അതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. അധികാരത്തിലേറിയ ശേഷം ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആയിരക്കണക്കിനു പേരെ മാതൃരാജ്യത്തേക്ക് നാടുകടത്തിയിരുന്നു. ഈ നാടുകടത്തൽ നടപടി ഇനിയും അവസാനിക്കില്ലെന്ന സൂചനയാണ് ഭരണകൂടം നൽകുന്നത്. ക്യൂബ, ഹെയ്തി, നിക്കരാഗ്വ, വെനസ്വേല എന്നീ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവർക്ക് താൽക്കാലികമായി അനുവദിച്ചിരുന്ന നിയമപരമായ സംരക്ഷണമാണിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 2022 ഒക്ടോബർ മുതൽ അമേരിക്കയിലേക്ക് വന്ന ക്യൂബ, ഹെയ്തി, നിക്കരാഗ്വ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള 5,32,000 പേർക്ക് ഈ ഉത്തരവ് ബാധകമാണ്. ഇവരെ 1 മാസത്തിനുള്ളിൽ നാടുകടത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇവരുടെ നിയമപരമായ എല്ലാ പരിരക്ഷകളും റദ്ദാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പോടെയാണ് ക്യൂബ, ഹെയ്തി, നിക്കരാഗ്വ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയിൽ എത്തിയത്. US-ൽ താമസിക്കാനും ജോലി ചെയ്യാനും 2 വർഷത്തെ പെർമിറ്റാണ് ഇവർക്ക് അനുവദിച്ചിരുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഈ പ്രത്യേക സ്പോൺസർഷിപ്പ് പരിപാടി ആവിഷ്കരിച്ചത്. യുദ്ധമോ രാഷ്ട്രീയ അസ്ഥിരതയോ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് US-ൽ പ്രവേശിക്കുവാനും താൽക്കാലികമായി ജോലി ചെയ്ത് താമസിക്കാനും അനുവദിച്ചിരുന്ന പദ്ധതിയാണിത്. ഹ്യൂമാനിറ്റേറിയൻ പരോൾ ഫോർ ക്യൂബൻസ്, ഹെയ്റ്റിയൻസ്, നിക്കരാഗ്വൻസ്, വെനസ്വേലൻസ് എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടിരുന്നത്. ഈ 4 രാജ്യങ്ങളിൽ നിന്ന് പ്രതിമാസം 30,000 പേർക്ക് 2 വർഷത്തേക്ക് അമേരിക്കയിൽ താമസിക്കാൻ മുൻ ബൈഡൻ ഭരണകൂടം അനുവദിച്ചിരുന്നു. ഇനി ഈ പദ്ധതിയിലൂടെ അന്യരാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടയാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കം. ഏപ്രിൽ 24-നകം ഇവരുടെ നിയമപരമായ സംരക്ഷണം അവസാനിക്കും. അതിനു മുൻപ് രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം. US-ൽ നിയമവിരുദ്ധമായി കഴിയുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുമെന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതുകൂടാതെ കുടിയേറ്റക്കാർക്ക് US-ലേക്ക് വരാനും താമസിക്കാനുമുള്ള നിയമപരമായ വഴികൾ അടയ്ക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ വിവിധ സംഘടനകൾ ഫെഡറൽ കോടതികളെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇന്ത്യൻ വംശജനായ അഭിഷേക് കാംബ്ലിയെ അഭിഭാഷകനായി നിയമിച്ചിരിക്കുകയാണ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്നും വേഗത്തിൽ നാടുകടത്താൻ 1798-ലെ ഏലിയൻ എനിമിക്സ് ആക്ട് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് കാംബ്ലിയെ നിയമിച്ചത്. വെനസ്വേലൻ സംഘമായ ട്രെൻഡി അരാഗുമായി ബന്ധമുള്ള 100 കണക്കിന് കുടിയേറ്റക്കാരെ അടുത്തിടെ ട്രംപ് ഭരണകൂടം നാടുകടത്തിയിരുന്നു. ഫെഡറൽ ജഡ്ജിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടായിരുന്നു നടപടി. ഈ കേസിലാണ് കാംബ്ലി സർക്കാരിനു വേണ്ടി ഹാജരായത്. കഴിഞ്ഞ മാസമാണ് US നീതിന്യായ വകുപ്പിൽ ഡെപ്യൂട്ടി അസോസിയേറ്റ് അറ്റോർണി ജനറലായി കാംബ്ലി ചുമതലയേറ്റത്. ട്രംപ് ഭരണകൂടത്തിനു വേണ്ടി കോടതികളിൽ നിർണായക ശബ്ദമായി മാറാൻ കാംബ്ലിക്ക് സാധിച്ചിട്ടുണ്ട്. 3-ാം വയസ്സിലാണ് ഇന്ത്യൻ വംശജനായ കാംബ്ലി US-ൽ എത്തുന്നത്.